ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു 2 ദിവസമായിട്ട് എടുത്ത വീഡിയോ ആണ്. നമ്മൾ ഒന്നിച്ചാക്കി ഇട്ടിരിക്കുന്നതാണ്. ഒരു ദിവസം എൻ്റെ കൂടെ വിച്ചൂട്ടനുണ്ടായിരുന്നു. ദേവൂട്ടനപ്പോൾ സ്കൂളിൽ പോയി, വിച്ചൂട്ടന് ക്ലാസ്സിലായിരുന്നു. പിന്നെ ഒരു ദിവസം 2 പേരും ഉണ്ടായിരുന്നു. അത് വൈകുന്നേരം ഒക്കെ എടുത്തതും അങ്ങനെയൊക്കെയാണ് വീഡിയോ. അപ്പോൾ ഇത് നമ്മൾ തേങ്ങ വീഴുന്ന സൗണ്ടൊക്കെ കേട്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഇവിടെ വന്ന് നോക്കണം, തെങ്ങിൻ ചോട്ടിൽ വന്ന് നോക്കാൻ വേണ്ടി ഇങ്ങ് വന്നപ്പോഴത്തേന് മാങ്ങാനാർ ചെടി നിറയെ പൂവിട്ട് നിൽക്കുന്നത് കണ്ടപ്പോഴത്തേനും ഞാനൊന്ന് വീഡിയോ എടുത്താണേ. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം എൻ്റെ കൂടെ ദേവൂട്ടൻ എൻ്റെ കൂടെ നടപ്പുണ്ട്. തേങ്ങ നോക്കാൻ ഞാനും വരാമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ഇറങ്ങിയതാണ്. നമ്മൾ ഈ സൈഡിൽ നോക്കിയൊന്നും കണ്ടില്ല. ഇനി അപ്പുറേ സൈഡിലൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറിയതാണ്. ഇവിടെയും നമ്മൾ നിറയെ ചൈനീസ് ബോൾസും വെച്ചതാണ്. ചൈനീസ് ബോൾസും നന്നായിട്ട് വെച്ചിട്ട് നിറയെ പൂ, നല്ല തിക്കായിട്ട് നല്ല ബുഷിയായിട്ട് അത് വളരുകയും അതുപോലെ നിറച്ച് പോവുകയും ഉണ്ടായിരുന്നു. ഒരു റോസ് കളറും ഒരു എന്താ പറയുന്നത്, ഒരു റെഡ് കളറും, പിന്നെ അത് അങ്ങനെ നിന്നിട്ട് കുറേ വേറെ എന്തോ ഒരു കളറും കൂടെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതങ്ങനെ ഒന്നിച്ച് നിന്നാൽ കളറാകുന്നതെന്നൊക്കെ ഇങ്ങനെ അത് കഴിഞ്ഞിങ്ങനെ പറഞ്ഞു കേട്ടായിരുന്നു കേട്ടോ. എനിക്കറിയില്ല. ഞാനതൊന്ന് കട്ട് ചെയ്യാൻ പോയതോടുകൂടി അത് മൊത്തം പോയി കേട്ടോ. കട്ട് ചെയ്ത് വെച്ചത് ചിക്കു ചവിട്ടി കളയുകയും ചെയ്തു. അപ്പോൾ ഇവിടുന്ന് അത് പോയി മൊത്തം ഇപ്പോൾ അവിടെ കാടായി കേട്ടോ. അങ്ങനെ നോക്കി വന്നപ്പോൾ നമുക്ക് ഇവിടുന്നും ഒക്കെ തേങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു തേങ്ങയിൽ കിളിർപ്പ് വെളിയിലേക്ക് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ തേങ്ങയിൽ പൊങ്ങ് കാണുമല്ലോ. ചിലപ്പം തേങ്ങയോളം തന്നെ വലിപ്പമുള്ള പൊങ്ങ് കാണും, ചിലപ്പോൾ കുഞ്ഞതായിരിക്കും. തേങ്ങയോളം വലിപ്പമുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ പതുവതായിരിക്കുമല്ലോ. അപ്പോൾ എനിക്കിതേ കിട്ടിയതൊരു കുഞ്ഞതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. അപ്പം അതൊക്കെ ഇങ്ങനെ അതെടുക്കാൻ വേണ്ടി തന്നെ ഞാൻ ആ തേങ്ങ പൊതിച്ച് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു കറുകറ ഇങ്ങനെ ഇരിക്കുമല്ലോ, ഭയങ്കര സ്പോഞ്ച് പോലെയല്ല, അങ്ങനെയാണ്. എന്നാൽ ഒരു കറുകറാന്ന് ഇരിക്കുമ്പോഴത്തേനും നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. അമ്മ അവിടെ വെണ്ട വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ നമുക്ക് സാമ്പാറിനകത്ത് ഇടാനൊക്കെ ഇങ്ങനെ വെണ്ടയ്ക്കൊക്കെ കിട്ടും. അപ്പം ഇന്നും ഒരെണ്ണം നിന്നപ്പോഴത്തേനും ഞാനത് പറിച്ചെടുത്താണ്. 10 മണിപ്പൂവൊക്കെ നമ്മൾ പുല്ലൊക്കെ പറിച്ച് കളഞ്ഞിട്ട് പൂവൊക്കെ നിൽക്കുന്നതാണ് കുറച്ചുകൂടെ ഭംഗിയുണ്ട് കേട്ടോ. നേരത്തെ പുല്ലും കൂടെ ഒക്കെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ അതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ നീണ്ട് നിൽക്കുമല്ലോ. ഒരു കുഞ്ഞിപ്പൂമ്പാറ്റ അതിലും വഴി ഒരു തേനൊക്കെ കുടിക്കാൻ വേണ്ടി നടപ്പുണ്ട്. ഇത് ക്ലീൻ ചെയ്ത വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പൂവ് നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നതാണോ എന്നറിയില്ല, കുറച്ചുകൂടെ ഭംഗിയായിട്ടൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ മുറ്റം രണ്ട് പാർട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. 10 മണിയൊക്കെ നിൽക്കുന്ന ഈ ഒരു ഭാഗവും നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ കോളിസ്റ്റഡി ബുഷിയായിട്ട് നിൽപ്പില്ലേ, ഇവിടെ ചെമ്പരത്തിയൊക്കെ കട്ട് ചെയ്ത് ഇവിടവും നമ്മളൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും പുല്ലൊക്കെ കിളിർത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഈ 10 മണിയുടെ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്പുറം ചെയ്യാമെന്ന് വെച്ചിരുന്നതാണ്. ഇനി അതും കൂടി ചെയ്യണം. പിന്നെ ഇങ്ങോട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇവിടെയൊക്കെ ഓരോ പ്ലാനിങ് ഉണ്ട് അതുപോലെയൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ വിച്ചൂട്ടൻ കാണിച്ചു തന്നു, അമ്മ ആര്യവേപ്പിൻ്റെ മരത്തിൽ നിറയെ ചിതൽ മണ്ണുണ്ട്, ഞാനത് കളയാമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയുള്ള കാര്യമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെ വെള്ളം ഒഴിച്ച് കുറേയൊക്കെ ചിരണ്ടി കളഞ്ഞു. ബാക്കി അവനത് വെള്ളം ഒഴിച്ച് ചെതൽ മണ്ണൊക്കെ ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുക. ചെതൽ പോയി കഴിഞ്ഞപ്പോൾ കണ്ടു ഭയങ്കര ഡിസൈൻ പോലെ ആ ഭാഗം. ഓൾറെഡി മരത്തിൻ്റെ അതിലൊരു ഇതുണ്ട്, അതിൻ്റെ ആ തൊലിയുടെ ഇത്. പിന്നെ ചെതലും കൂടെ എടുത്തപ്പോഴത്തേന് വേറൊരു ഇതായി. ഇത് ഞങ്ങൾ കടയിലേക്ക് പോയപ്പോഴത്തേന് അവിടെ വഴിയിൽ നിൽക്കുന്ന കണ്ട കേട്ടോ 4 മണിപ്പൂവ്. ഇപ്പം അങ്ങനെ അധികം അങ്ങനെ കാണാറേ ഇല്ലല്ലോ. പക്ഷേ ഇവിടെ 1-2 ഇങ്ങനെ വഴിയോട് ചേർന്നുള്ള പറമ്പിലൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേന് ആണ് നമ്മൾ എന്താ പറയുന്നത്, മണിപ്ലാന്റ് പപ്പായ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പപ്പ ഇങ്ങനെ മണിപ്ലാന്റൊക്കെ ഇങ്ങനെ ഓരോ കുപ്പികളൊക്കെ കിട്ടുമ്പോൾ അതിനകത്ത് വെക്കും. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്ത് വെളിയിലൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്കിതൊരു ചട്ടിയിലും കൂടെ ഇതൊന്ന് ആക്കിയേക്കാമെന്ന് വെച്ചു. പക്ഷെ സന്ധ്യ ആയതുകൊണ്ട് പിന്നെ നമ്മൾ ചെടി വെക്കാനും പരിപാടിക്കൊന്നും ഇറങ്ങിയൊന്നുമില്ല. ഇനിയുള്ള ഭാഗമെന്ന് പറയുന്നത് നമ്മൾ പിറ്റേ ദിവസത്തെ ഇതാണ്. അപ്പം നമ്മുടെ മുറ്റത്തും ഇതുപോലെ തന്നെ പപ്പയും അമ്മയും കൂടി ഇങ്ങനെ കുറേ മണിപ്ലാന്റ് ഇതുപോലെ വെച്ചിട്ടുണ്ട് ഓരോരോ പാത്രങ്ങളിൽ. അപ്പോൾ അതിങ്ങനെ വളർന്ന് താഴേക്ക് ഇങ്ങനെ കുറേയൊക്കെ നിലത്തൂടെ പടർന്ന് കുറേയൊക്കെ മരത്തിൽ കയറിയിട്ട് കുറേ ഇങ്ങനെ മതിലയിലൊക്കെ വെച്ചിരിക്കുന്ന ഇങ്ങനെ തൂങ്ങി കിടക്കും. നല്ല രസമാണ് കേട്ടോ അത് കാണാൻ വേണ്ടി. കുഞ്ഞൻ മണിപ്ലാന്റ് തൊട്ട് ഏറ്റവും വലിയ മണിപ്ലാന്റ് വരെ കാണിച്ചു തരാവേ. ഇതിങ്ങനെ കുഞ്ഞു ഇലയുടെ, ഇത് കുറച്ചുകൂടെ വലുത്, അങ്ങനെ ഒരു 2 രീതിയിലുള്ളുണ്ട് കേട്ടോ. ഈ ഒരു മണിപ്ലാന്റും എനിക്ക് ഇഷ്ടമാണ്. ഒരു വൈറ്റ് കളർന്ന ഇതും ഒരു പച്ചയും കൂടെ. ഇതാണ് കേട്ടോ യമണ്ടൻ മണിപ്ലാന്റ് എന്ന് പറയുന്നത്. അതൊരു ആഞ്ഞിലിയിൽ കയറിയിരിക്കുകയാണ്. ഭയങ്കര വലുതാണ് കേട്ടോ ശരിക്കും അതിൻ്റെ ഇല കാണാൻ വേണ്ടിയിട്ട്. ഞാനത് ആ മതിലയിൽ വെച്ചിരുന്ന ആ മണിപ്ലാന്റിൽ നിന്ന്
കുറച്ച് തണ്ടൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു കമ്പും വെച്ചു, അതിലിങ്ങനെ കയറ്റി വിടാമെന്നൊക്കെ വെച്ചിട്ട്. അപ്പം ചട്ടിയിൽ മണ്ണൊക്കെ ഒന്ന് ഇളക്കി വിടുവാണ്. ഇതിനകത്ത് നിന്നത് പോയായിരുന്നു, അപ്പം ഞാനത് ആ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ആ കമ്പ് നമ്മൾ ആദ്യം തന്നെ അതിനകത്തേക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ഇതിന് സഹായിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ ബഹളമായിരുന്നു കേട്ടോ. കമ്പ് വെക്കാനും ചെടി എടുക്കാനും മൊത്തം ബഹളമായിരുന്നു. പിന്നെ കരച്ചിലും എല്ലാമായി. ഞാനങ്ങനെ ഫോൺ രണ്ടുപേർക്കും കൊടുക്കാറില്ല. അപ്പോൾ ഇതൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ കയ്യിൽ ഫോൺ കൊടുത്തു. അപ്പോൾ പിന്നെ അത് പ്രശ്നമായി. അങ്ങനെ ചെടിയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴത്തേനാണ് കുറച്ച് അത് ഇങ്ങനെ ആ വള്ളി പോലെയുള്ള ഒരു ഭാഗവും കൂടെ വേണം. അപ്പം രണ്ടാമത് പോയി എടുത്താണ് കേട്ടോ. അങ്ങനെ ഓരോ കുഞ്ഞി നാമ്പുകൾ നമ്മളിങ്ങനെ അതിന് ചുറ്റിനും വെക്കുവാണേ, അടുപ്പിച്ച് വെച്ചിട്ട് ബുഷിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് വളർന്ന് അതിന് വള്ളിയൊക്കെ ഇങ്ങനെ വന്നാലേ ഉള്ളൂ നമുക്കത് ഈ ചട്ടിയുടെ ചുറ്റിനും ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇങ്ങനെ വളർന്ന് താഴേക്ക് പോകാണ്ട് അതിന് ചുറ്റിനും വെച്ച് അത് ബുഷിയാക്കണം. അപ്പോൾ അതാണ് പരിപാടി. പിന്നെ ഒരെണ്ണം വള്ളിയോട് കൂടി ഒരെണ്ണം എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഈ കമ്പയിൽ ഇങ്ങനെ വെച്ചിട്ട് കമ്പയിൽ ചുറ്റിയിട്ട് വളർന്നു പോകുമ്പോൾ താഴോട്ടാക്കി കൊടുത്ത് അങ്ങനെ അതിലിങ്ങനെ നിറഞ്ഞ് കവർ ചെയ്ത് ചട്ടിയിൽ തന്നെ നിൽക്കത്തക്ക രീതിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ക്യാമറാമാന്മാരൊക്കെ പലരും മാറുന്നുണ്ട്. അപ്പം തന്നെ ഇടയ്ക്കൊക്കെ വീഡിയോസൊക്കെ ഷെയ്ക്കാവുന്നുണ്ട് കേട്ടോ. ഇപ്പം ഫസ്റ്റ് നമ്മളിങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ ആ ഭംഗി നമുക്കറിയാൻ പറ്റില്ല, കാരണം കുഞ്ഞു തണ്ടുകളല്ലേ നമ്മൾ ചുറ്റിനും വെച്ചിരിക്കുന്നത്. അപ്പം ഇതൊന്ന് വളർന്നാലേ ഉള്ളൂ അതിൻ്റെ പച്ചയും വൈറ്റും കൂടെ വരുമ്പോൾ അതിൻ്റെ ആ ഭംഗി അറിയാൻ പറ്റുള്ളൂ. എന്നിട്ട് കമ്പയിൽ ഞാൻ ഒരെണ്ണം അങ്ങനെ ആക്കി വെച്ചതാണ് കേട്ടോ. അല്ലെ നമുക്ക് വളർന്ന് പൊങ്ങാൻ കുറച്ച് താമസം വരില്ല, അതുകൊണ്ട് ഒരു വള്ളിയായിട്ടുള്ള ഒരെണ്ണോടെ വെച്ചതാണ്. അപ്പോൾ ഇതിനി വളരുന്ന അനുസരിച്ച് നമുക്കിതിൽ നമ്മളായിട്ട് ചുറ്റി കൊടുക്കണം, അതല്ലെങ്കിൽ താഴോട്ടൊക്കെ പോകുമല്ലോ. പിന്നെ ഇതിന് ഈ ചട്ടിയിലുള്ള ഭാഗം അങ്ങനെ ചുറ്റി വെക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. ഇതുവരെ 2 കുമ്പളങ്ങ ഉള്ളതെന്നാണ് കേട്ടോ വിചാരിച്ചത്. അങ്ങനെ ചുമ്മാ ഇതിങ്ങനെ എപ്പോഴും നോക്കും, അങ്ങനെ വലിപ്പം വെച്ചോ അങ്ങനെയൊക്കെ നോക്കി വന്നപ്പോഴാണ് മേളിൽ കണ്ടോ ഒരു കുഞ്ഞിനൂടെ കിടപ്പുണ്ടായിരുന്നു. ഇത്രയും നാളായിട്ട് നമ്മൾ കണ്ടില്ല, എപ്പോഴും നോക്കും വേറെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന്. അങ്ങനെ മേളിലൊരു 2 എണ്ണം കൂടെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ 4 കുമ്പളങ്ങയുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.